So dear students, today we are going to discuss about test for hypothesis. We mainly focus on chi-square test. So what is hypothesis? Actually, it is a supposition or proposed explanation made on the basis of a limited evidence as a starting point for further investigation. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ കോംപ്ലിക്കേറ്റഡ് വൺ. ഇപ്പോൾ നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. പക്ഷേ ആ ടെസ്റ്റിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു ഹിൻറ്റ് മാത്രമേ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ. ആ ഹിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് ചിലപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടാം, അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് കിട്ടാം. സോ നമ്മൾ പ്രപ്പോസ് ചെയ്യാണ് പ്രപ്പോസ്ഡ് എക്സ്പ്ലനേഷൻ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് എ ലിമിറ്റഡ് എവിഡൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെടി നമ്മൾ വളർത്തുകയാണ്. ആ വളർത്തുന്ന ചെടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന, ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ന്യൂട്രിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഹൈപ്പോത്തസിസ് എന്ന് കരുതുക. അപ്പം നമുക്കതിനുള്ള സ്റ്റാർട്ടിങ് എവിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളൊരു സ്റ്റാർട്ടിങ് എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇനി ഗ്രോത്ത് ഉണ്ടാവാം, ഏതൊക്കെ ന്യൂട്രിയൻസ് കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കണം, ഇതൊന്നും നമുക്കറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു പോയിന്റിൽ വെച്ചിട്ട് നമ്മളിതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി വെദർ ഇറ്റ് ഈസ് ഓക്കെ ഓർ വെദർ ഇറ്റ് ഈസ് ഫുൾഫിൽ ദ പർട്ടിക്കുലർ റിക്വയർമെൻറ്റ്. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രപ്പോസ്ഡ് പ്ലാനിനെ പറയുന്ന പേരാണ് ഹൈപ്പോതീസിസ്. തീസിസിൻ്റെയും കുറച്ച് താഴെ ഉള്ളതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻറ്റ്, കണ്ടീഷൻഡ് റിഫ്ലക്സിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ബിഫോർ കണ്ടീഷനിങ് ഒരു റിഫ്ലക്സ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. കണ്ടീഷൻഡ് റിഫ്ലക്സ് ലേണിംഗ് ആണ് ആക്ച്വലി ഇവിടെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡോഗിന് ഫുഡ് കൊടുക്കുന്നു, റെസ്പോൺസ് ബൈ സലൈവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സെക്കൻഡ് കേസിൽ ബിഫോർ കണ്ടീഷനിങ് നമുക്ക് നോക്കാം, എന്ത് ചെയ്യുന്നു, ഒരു ബെൽ റാൻ ചെയ്യുന്നു, അതിനുശേഷം ഫുഡ് കൊടുക്കും. ബെൽ റാൻ ചെയ്യുന്നു, നോ സലൈവേഷൻ, കാരണം അത് ഫുഡാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അത് എത്തിയിട്ടില്ല. മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ എന്ത് ചെയ്യുന്നു, ബെല്ലും പ്ലസ് ഫുഡും കൊടുക്കുന്നു. സോ ബെല്ലും ഫുഡും കൂടി കൊടുക്കുന്ന, ബെല്ല് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കിട്ടും എന്നുള്ള രീതിയിൽ ഈ ഒരു ഡോഗ് അതിലേക്ക് കണ്ടീഷൻഡ് ആയിപ്പോയി. അപ്പോൾ ഫോർത്ത് എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കിട്ടുന്നത് ബെല്ല് മാത്രം റൺ ചെയ്ത് കഴിഞ്ഞാലും റെസ്പോൺസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇനീഷ്യലി അറിയില്ലായിരുന്നു. പക്ഷേ ദിസ് വാസ് എ hypothesis before, and after the experiments we could see that this bell run alone itself or alone is enough to produce response in the dog. So ഇതാണ് ഈ ഒരു ഹൈപ്പോത്തസിസ്. പിന്നീട് ആ ഒരു ലിമിറ്റഡ് എവിഡൻസിൻ്റെ ഇതിൽ നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്തിട്ട് അതിനെ ഒരു എന്തായിട്ട് മാറ്റുന്നു, തീസിസാക്കി മാറ്റും, തിയററ്റിക്കൽ ഫോർമിലേക്കൊക്കെ അതിനെ മാറ്റും. സോ ബിഫോർ വി സ്റ്റാർട്ട് ടു പുട്ട് ഫോർവേഡ് എ ഹൈപ്പോത്തസിസ്, we will first start with null hypothesis. So what is null hypothesis? Null hypothesis may be disproved and can never be established by finite number of experiments. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്രൂവ് ചെയ്യുന്ന ഒരു ഹൈപ്പോത്തസിസ്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ആൻഡ് നൾ ഹൈപ്പോത്തസിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ H0. ഓക്കെ,
So here is an example for null hypothesis. Null hypothesis എന്താണെന്നുള്ളത്. So before we start, നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് കരുതുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത് കാറ്റ് ഷോസ് നോ പ്രിഫറൻസ് ഫോർ ഫുഡ് ബേസ്ഡ് ഓൺ ഷേപ്പ്. കാറ്റ് ഫുഡിനെ പ്രിഫർ ചെയ്യുന്നത് ഷേപ്പ് വെച്ചിട്ടല്ല എന്നാണ് പറയുന്നത്. സോ null hypothesis എന്താ പറയുന്നത്? null hypothesis assumes there is no relationship between two variables and that controlling one variable has no effect on the other. അഥവാ ഇവിടുത്തെ രണ്ട് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ഫുഡിൻ്റെ ഷേപ്പാണ്. ഇപ്പോൾ കാറ്റിന് ഫുഡിൻ്റെ ഷേപ്പ് വെച്ചിട്ടല്ല എന്നുള്ള ഒരു പ്രപ്പോസലാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊരു null hypothesis ആണ്. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ്, പ്ലാന്റ് ഗ്രോത്ത് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ലൈറ്റ് കളർ. ലൈറ്റിൻ്റെ കളറിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. പ്ലാന്റ് ഗ്രോത്തും ലൈറ്റിൻ്റെ കളറും തമ്മിൽ ഒരു എഫക്റ്റും ഇല്ല. നമ്മൾ എന്താ പറഞ്ഞത്? രണ്ട് വേരിയബിൾസ് ഉണ്ട്, പ്ലാന്റ് ഗ്രോത്ത് അതേപോലെ തന്നെ ലൈറ്റിൻ്റെ കളറ്. അത് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നതാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അത് നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. മൂന്നാമത്തെ, ഏജ് ഹാസ് നോ എഫക്റ്റ് ഓൺ മ്യൂസിക്കൽ എബിലിറ്റി. അപ്പോൾ മ്യൂസിക്കൽ എബിലിറ്റിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾഡർ ഏജ് ആയാലും യങ്ങർ ഏജ് ആയാലും ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് എഫക്റ്റ് ഓൺ ഏജ്. മ്യൂസിക്കൽ എബിലിറ്റിയും ഏജും തമ്മിൽ എന്താ കാര്യമായിട്ടുള്ള ഡിഫറൻസ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല എന്നുള്ളതാണ് നൾ ഹൈപ്പോത്തസിസ് പ്രപ്പോസ് ചെയ്യുന്നത്. നമ്മൾ എന്തൊരു എക്സ്പെരിമെൻറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്തും ടു വേരിയബിൾസ് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നു. ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ വേറൊരു ഹൈപ്പോത്തസിസും കൂടിയും സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്തതിന് ശേഷം ഏതാണ് ഡിസ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കും. അപ്പോൾ ഇഫ് ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ, ഫോർ ഫസ്റ്റ് എക്സാമ്പിളിനകത്ത് കാറ്റ് ഷോസ് പ്രിഫറൻസ്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രിഫറൻസ് കാണിക്കുന്നുണ്ട് ഫോർ ഫുഡ് ബേസ്ഡ് ഓൺ ഷേപ്പ്. അപ്പോൾ ഇന്ന ഷേപ്പിലുള്ള ഫുഡാണ് കാറ്റ് എടുക്കുന്നത്, മറ്റേ ഷേപ്പിലുള്ളത് എടുക്കുന്നില്ല എന്നുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ ഡിസ്പ്രൂവ് നൾ ഹൈപ്പോത്തസിസ് ആൻഡ് വി അക്സെപ്റ്റ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അക്കോർഡിംഗ്ലി. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ മുന്നേ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ആക്ച്വലി നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ബട്ട് ലേറ്റർ ആ എക്സ്പെരിമെൻറ്റിൻ്റെ കംപ്ലീഷന് ശേഷം മേ ബി നൾ ഹൈപ്പോത്തസിസ് ഡിസ്പ്രൂവ് ചെയ്യാം. ഓക്കെ. So the second one is alternative hypothesis. Actually this disproves null hypothesis and is denoted by the letter HA or H1. So ഇവിടെ എന്താണ് പറയുന്നത്? നമ്മളൊരു എക്സ്പെരിമെൻറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു നൾ ഹൈപ്പോത്തസിസ് പ്രപ്പോസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസും പ്രപ്പോസ് ചെയ്യുന്നു. സോ ഹിയർ we are going to study the effect of biofertilizer X on plant growth. So നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് ഇതാണ്. സോ വി വിൽ പുട്ട് ഫോർവേഡ് null hypothesis and alternative hypothesis. Null hypothesis says that application of biofertilizer X do not increase plant growth. So application of biofertilizer എന്ന് പറയുന്ന വേരിയബിളിന് there is no effect on വേരിയബിൾ 2 അഥവാ പ്ലാന്റ് ഗ്രോത്തിൽ എഫക്റ്റ് ഇല്ല എന്ന് പറയുന്ന ഇതാണ് ഏത് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ വാട്ട് വിൽ ബി ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് സേസ് ദാറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ബയോഫെർട്ടിലൈസർ ഇൻക്രീസ് പ്ലാന്റ് ഗ്രോത്ത്. സോ ഈ രണ്ട് എക്സ്പെരിമെൻറ്റിൻ്റെ മുന്നേ നമ്മൾ ഈ രണ്ട് സാധനങ്ങളും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കിട്ടുന്ന റിസൾട്ട് പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നൾ ഹൈപ്പോത്തസിസിനെ ഡിസ്പ്രൂവ് ചെയ്യും, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും നൾ ഹൈപ്പോത്തസിസും പ്രപ്പോസ് ചെയ്യുന്നത് ബിഫോർ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് കൈ സ്ക്വയർ ടെസ്റ്റ്. സോ കൈ സ്ക്വയർ ടെസ്റ്റ് പറയുന്നതിൻ്റെ മുന്നേ എന്തിനാണ് കൈ സ്ക്വയർ ടെസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്.
ആ എക്സ്പെരിമെൻറ്റിൻ്റെ വേരിയബിൾസൊക്കെ സ്റ്റഡി ചെയ്ത് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു. അപ്പം നമുക്ക് കുറേ റിസൾട്ട് ചിലപ്പോൾ കുറേ ഡീവിയേഷനുള്ള റിസൾട്ടും സംഭവങ്ങളൊക്കെ കിട്ടാം. അപ്പോൾ ഈ കിട്ടുന്ന റിസൾട്ട് എത്രമാത്രം സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടെസ്റ്റാണ് കൈ-സ്ക്വയർ ടെസ്റ്റ്. ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും അത് മനസ്സിലാക്കുന്നതിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കൈ-സ്ക്വയർ ടെസ്റ്റ് ഫോർ സിഗ്നിഫിക്കൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, കൈ-സ്ക്വയർ ടെസ്റ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ കോൾ പിയേഴ്സൺ and it compares observed data with expected data. അപ്പോൾ കൈ-സ്ക്വയറിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൈ-സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഒബ്സേർവ്ഡ് ആയിട്ടുള്ള വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ്, അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ എത്രയെന്നുള്ളത് നോക്കും. സോ നമുക്ക് എങ്ങനെയാണ് കൈ-സ്ക്വയർ ടെസ്റ്റ് ഒരു ടെസ്റ്റ് ഫോർ സിഗ്നിഫിക്കൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ മെൻ്റലിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രീൻ പ്ലാന്റും യെല്ലോ പ്ലാന്റും തമ്മിലുള്ള ഒരു ക്രോസ്. ആ ക്രോസിനകത്ത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. അഥവാ 3 ഗ്രീനും 1 യെല്ലോ ആണ് നമുക്ക് ഔട്ട് ഓഫ് 4 നമ്മൾ F1 എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. സോ നമുക്കൊരു എക്സ്പെരിമെൻ്റ് നടത്തി നോക്കിയപ്പോൾ കിട്ടിയ ഒരു നമ്പറാണ് ഇവിടെ പറയുന്നത്. 660 ഗ്രീൻ പ്ലാന്റ്സിനെയും ഒരു ക്രോസ് നടത്തിയപ്പോൾ 660 ഗ്രീൻ പ്ലാന്റ്സിനെയും അതേപോലെ തന്നെ ഗ്രീൻ സീഡഡ് ആയിട്ടുള്ള 1നെയും അതേപോലെ തന്നെ 220 യെല്ലോ സീഡഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയും കിട്ടി. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3:1 റേഷ്യോയിലാണ് ഈ ഒരു നമ്പർ കിട്ടേണ്ടത്. സോ അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തന്ന ഡാറ്റാസ് നമുക്കൊരു ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഒബ്സേർവ്ഡ് O എന്ന് പറയുന്നത്, ഗ്രീൻ എന്ന് പറയുന്നത് 639 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്തത് ഒബ്സേർവ്ഡ് യെല്ലോ എന്ന് പറയുന്നത് നമുക്ക് തന്ന ഒബ്സേർവ്ഡ് യെല്ലോ എന്ന് പറയുന്നത് 241 ആണ്. ഓക്കെ. സോ നമുക്ക് രണ്ടിൻ്റെയും കൂടി വാല്യൂ നമുക്ക് കിട്ടി. 639 പ്ലസ് 241 എന്ന് പറയുന്നത് 880 ആണ്. നമുക്ക് ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 880. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒബ്സർവ് ചെയ്തത് നമുക്ക് ഇത്രയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ്പെക്റ്റഡ് ഗ്രീൻ ആണെങ്കിൽ 880 ഇൻറ്റു 3/4 വിച്ച് ഈസ് ഈക്വൽ ടു 660. എക്സ്പെക്റ്റഡ് യെല്ലോ ആണെങ്കിലോ 880 ഇൻറ്റു 1/4 വിച്ച് ഈസ് ഈക്വൽ ടു 220. സോ ഇതിൻ്റെ ഒരു ഡീവിയേഷൻ നമ്മൾ കാണും O-E. പിന്നെ അതിന് നമ്മൾ ഡീവിയേഷൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 441 റെസ്പെക്റ്റീവ്ലി കിട്ടും. ഇനി d² ഡിവൈഡഡ് ബൈ E കാണുന്നു. ആ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ നമ്മളത് എഴുതി വെക്കുന്നു. ഫോർ ഗ്രീൻ എത്രയാണെന്നുള്ളത് നോക്കുന്നു, യെല്ലോക്കുള്ളത് എത്ര വാല്യൂ എന്നുള്ളത് നോക്കുന്നു. d² ഡിവൈഡഡ് ബൈ E. ഓക്കെ. ഇനി നമുക്ക് ആ കിട്ടുന്ന വാല്യൂനെ നമ്മൾ ജസ്റ്റ് എഴുതിയാൽ മതി. എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? കൈ-സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു സം ഓഫ് d² ഡിവൈഡ് ബൈ E. d² ഡിവൈഡ് ബൈ ഇൻ്റെ വാല്യൂ 2 ഒരു ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്, 0.668 വേറൊരു ഭാഗത്തും കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ 2.668 ആണ് നമുക്ക് കിട്ടിയ വാല്യൂ. ഇനി കൈ-സ്ക്വയർ വാല്യൂ 2.668 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താണ് ഈ ഒരു വാല്യൂവിൽ നിന്ന് നമ്മൾ എന്താണ് അസ്യൂം ചെയ്യേണ്ടത്, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പുതിയൊരു ടേം ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കണ്ടുപിടിക്കണം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമൈൻസ്. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിളിനകത്ത് എത്ര കാറ്റഗറിയാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്നത് 2 ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെയാണ്. ഒന്ന് ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയും രണ്ടാമത്തത് യെല്ലോ കളേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയും. യെല്ലോ കളേർഡ് അല്ല, യെല്ലോ സീഡഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ്
ക്രോസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ 2 കാറ്റഗറീസ് ആണ് സെലക്ട് ചെയ്യുന്നത്, യെല്ലോ ആൻഡ് ഗ്രീൻ. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കാറ്റഗറീസ് -1 വിച്ച് ഇസ് ഈക്വൽ ടു DF. DF എന്ന് പറയുന്നത് 2 - 1 എന്നാണ്. അപ്പോൾ ഇവിടുത്തെ കാറ്റഗറി 2 ആയതുകൊണ്ട് നമ്മൾ 2 എടുക്കുന്നു. അപ്പോൾ 3 കാറ്റഗറീസ് വരുന്നുണ്ടെങ്കിലോ വേറൊരു കളറും കൂടി വരുന്ന ഒരു പ്ലാന്റ്സും കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3 - 1 എന്നാണ് വരിക. അപ്പോൾ 2 ആണ് വരിക. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 കാറ്റഗറി ആയതിനെ കൊണ്ട് 2 - 1 വിച്ച് ഇസ് ഈക്വൽ ടു 1. അങ്ങനെ നമ്മളൊരു വാല്യൂ കിട്ടുന്നു. ദെൻ ഡിറ്റർമൈൻ എ റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ടു സെർവ് ആസ് ദ ബേസിസ് ഫോർ അക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് ദ ഹൈപ്പോത്തസിസ്. ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട്, അതിനെ റിജക്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളൊരു ബയോളജിക്കൽ റിസർച്ചിന് വേണ്ടിയിട്ട് P വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, പ്രോബബിലിറ്റി വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 0.05 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, P ഗ്രേറ്റർ ദാൻ 0.05. അപ്പോൾ ഇതൊക്കെ എന്തിനാന്നുള്ളത് നമുക്ക് നോക്കാം. P value is the probability that the deviation of the observed from that of expected is due to a chance alone. വേറൊരു പ്രശ്നം ഉള്ളത് കൊണ്ടല്ല. അപ്പോൾ P വാല്യൂ എന്ന് പറയുന്നത് എന്തിനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഡീവിയേഷൻ ഓഫ് ഒബ്സർവ് ചെയ്ത ആ ഒരു ഡീവിയേഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റ് ചെയ്ത ഡീവിയേഷനിൽ നിന്നും വന്ന ആ ഒരു ഡീവിയേഷൻ, ദാറ്റ് ദ ഡീവിയേഷൻ ഓഫ് ദ ഒബ്സർവ്ഡ് ഫ്രം ദാറ്റ് ഓഫ് എക്സ്പെക്റ്റഡ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതിൽ നിന്നും നമുക്ക് ഒബ്സർവ് ചെയ്തതിൽ ചെറിയൊരു ഡിഫറൻസ് വന്നു. ആ ഡിഫറൻസ് ഇസ് ഡ്യൂ ടു ചാൻസ് അലോൺ. ഒരു ചാൻസ് കൊണ്ടുണ്ടായതാണ്, അഥവാ വേറൊരു കൺട്രോളിങ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാതെ ബൈ ചാൻസ് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണെന്നാണ് അത് പറയുന്നത്. സോ ഇൻ ദിസ് കേസ് യൂസിങ് P 0.05 you would expect any deviation to be due to a chance alone, 5% of time of the less. ഓക്കെ, അപ്പോൾ ഇതെന്താ പറയുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഒരു സ്ലൈഡും കൂടി നോക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മൾ പ്രീവിയസ് സ്ലൈഡിനകത്ത് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഡിഗ്രി ഓഫ് ഫ്രീഡം, പ്രോബബിലിറ്റി P എന്ന് പറയുന്നത് ഒരു വാല്യൂ നമ്മൾ കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ ഒരു chi-square ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിനകത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ലെഫ്റ്റിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവും അപ് ടു 10 വരെ. പ്രോബബിലിറ്റി വാല്യൂസ് ഇങ്ങനെ ഓരോന്ന് 0.95, 90, 80, 70, 50, 30, 20, 10, 0.05, 0.01, 0.001. ഈ പ്രോബബിലിറ്റി വാല്യൂസിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആയിരിക്കുമ്പോഴുള്ള വാല്യൂസാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് നേരത്തെ പ്രോബ്ലത്തിൽ കിട്ടിയത് chi-square വാല്യൂ വാസ് 2.668. ഓക്കെ, നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആയിരുന്നു. 2668 എന്ന് പറയുന്ന വാല്യൂ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 എന്നുള്ള ആ ഒരു ഇതിനകത്ത് നോക്കുമ്പോൾ ഏത് വാല്യൂവിനോടാണ് ക്ലോസ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്നത്? സോ 1.64 എന്ന് പറയുന്നത് പറ്റൂല, കാരണം അതിൻ്റെ മുകളിലാണ് 2.668. സോ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ നേരെ 2.71ലാണ്. സോ 2.71ൽ നോക്കുക, P വാല്യൂ എന്ന് പറയുന്നത് 0.10 അഥവാ 10% പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് നോക്കുക. നമുക്ക് chi-square വാല്യൂ ഉണ്ട്, ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കണ്ടെത്തി, chi-square വാല്യൂവിനെ വെച്ചിട്ട് നമ്മളൊരു പ്രോബബിലിറ്റി നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് അസ്യൂം ചെയ്യുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ബേസ്ഡ് ഓൺ അവർ സ്റ്റാൻഡേർഡ് P 0.05, അത് നമ്മളൊരു പ്രോബബിലിറ്റി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതാണ്. ദിസ് ഈസ് വിത്തിൻ ദ റേഞ്ച് ഓഫ് അക്സെപ്റ്റബിൾ ഡീവിയേഷൻ. നമുക്ക് കിട്ടിയ ഡീവിയേഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ഡീവിയേഷൻ്റെ അകത്താണ് വരുന്നത്. ഓക്കെ, സോ ഒബ്സർവ്ഡ് ആയിട്ടുള്ള chi-square നോട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറൻറ്റ് ഫ്രം എക്സ്പെക്റ്റഡ്. അഥവാ നമുക്ക് കിട്ടിയ ഒരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു, ഒബ്സർവ് ചെയ്തതിൽ നിന്നും എക്സ്പെക്റ്റഡിലേക്ക് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു. ആ ഡീവിയേഷൻ എന്ന് പറയുന്നത് അത് അത്ര വലിയ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഡീവിയേഷൻ അല്ല. അഥവാ ആ ഡീവിയേഷൻ എന്ന് പറയുന്നത് ബൈ ചാൻസ് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്, നോട്ട് ഡ്യൂ ടു എനി ഫാക്ടേഴ്സ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു
കൈ സ്ക്വയർ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ഈ വാല്യൂ കൈ സ്ക്വയർ വാല്യൂ 2.41 ആണെന്ന് കരുതുക. ഡിഗ്രി ഓഫ് ഫ്രീഡം 2 നമുക്ക് കിട്ടിയ കൈ സ്ക്വയർ വാല്യൂ 2.41 അടുത്താണെങ്കിൽ നമ്മൾ പി വാല്യൂ ചെയ്തെടുക്കും 0.30 എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 30% പ്രോബബിലിറ്റി എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 30% വരുമ്പോഴും നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 0.05 അതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക ഇല്ല എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. So in this slide we are going to explain about steps involved in chi-square test calculation. Step by step prediction. So first of all നമ്മൾ state the hypothesis being tested and predict the results. അതാണ് നമ്മളുടെ ചെയ്യാൻ പോകുന്നത്. Determine the expected numbers and for each observation class remember to use numbers not percentages. നമ്പർ തന്നെയാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. Then chi-square വാല്യൂ കാണുക. ഇനി കൈ സ്ക്വയർ വാല്യൂ കഴിഞ്ഞതിന് ശേഷം യൂസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വെച്ചിട്ട് കൈ സ്ക്വയറിൻ്റെ വാല്യൂ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അത് ഏതിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളത് നോക്കുക. മൂവ് അപ്പ് ദ കോളം ടു ഡിറ്റർമൈൻ ദ പി വാല്യൂ നോക്കുക, എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ഇനി കൺക്ലൂഷൻ പറയുന്നതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇഫ് ദ പി വാല്യൂ ഫോർ ദ കാൽക്കുലേറ്റഡ് കൈ സ്ക്വയർ ഇസ് പി greater than 0.05 ആണെങ്കിൽ accept your hypothesis. So the deviation is small enough that chance alone account for it. So ആ ഒരു ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു ബൈ ചാൻസ് കൊണ്ടുണ്ടായതാണ്, നോട്ട് ബൈ കൺട്രോളിങ് ഫാക്ടേഴ്സ് എന്നാണ് അതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ എ പി വാല്യൂ ഓഫ് 0.6 എന്ന് പറയുന്നത് എന്താ, ഇസ് അബവ് 0.05. ദാറ്റ് മീൻസ് there is a 60% probability that any deviation from the expected is due to a chance only. സോ അതും നമുക്ക് അക്സെപ്റ്റബിൾ റേഞ്ചിലാണ്. അപ്പോൾ പി വാല്യൂ 0.05 എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ബയോളജിക്കൽ റിസർച്ചിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്രോബബിലിറ്റി വാല്യൂ ആണ്. ആ വാല്യൂവിൻ്റെ ഗ്രേറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ അക്സെപ്റ്റ്. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇഫ് ദ പി വാല്യൂ ഫോർ ദ കാൽക്കുലേറ്റഡ് കൈ സ്ക്വയർ പി എന്ന് പറയുന്നത് ലെസ് ദാൻ 0.05 ആണെങ്കിലോ നമ്മളുടെ ഒരു ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യണം. ആൻഡ് കൺക്ലൂഡ് ദാറ്റ് സം ഫാക്ടേഴ്സ് അതർ ദാൻ ചാൻസ് ഇസ് ഓപ്പറേറ്റിംഗ് ഫോർ ദ ഡീവിയേഷൻ. അപ്പോൾ ചാൻസ് മാത്രമല്ല, ചാൻസ് കൂടാതെ വേറെയും എന്തൊക്കെയോ ഫാക്ടേഴ്സ് കാരണമാണ് ഈ ഒബ്സർവിഡിലും അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റേഷ്യോകളിലുള്ള ഡിഫറൻസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ പി വാല്യൂ ഇസ് 0.01 ദാറ്റ് ഇസ് ബിലോ പി ഓഫ് അവർ എക്സ്പെരിമെൻറ്റ്, ദാറ്റ് ഇസ് പി ബിലോ 0.05. ദാറ്റ് മീൻസ് ദർ ഇസ് ഓൺലി 1% ചാൻസ് ദാറ്റ് ദിസ് ഡീവിയേഷൻ ഇസ് ഡ്യൂ ടു ചാൻസ് അലോൺ. അഥവാ 1% മാത്രമേ ഉള്ളൂ ചാൻസ് ആയിട്ട് വരാനുള്ള കാരണം. സോ അത് കൂടാതെ വേറെ എന്തൊക്കെയോ ഒരു ഫാക്ടേഴ്സും കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിലുള്ള ആളുകളും കൂടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡീവിയേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു റിസൾട്ടിൽ നിന്ന്. അപ്പോൾ പി വാല്യൂ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ അത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, ഒരു ബയോളജിക്കൽ റിസർച്ചിന് വേണ്ടി സെറ്റ് ചെയ്യുന്നതാണ് പി വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കൈ സ്ക്വയർ ടെസ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ കൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആണ്, നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലേ എന്നുള്ളതിനെ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. കൈ സ്ക്വയറിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഞാൻ ഒരു സിമ്പിൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഒരു ബുക്കിൽ നിന്ന് കോപ്പി ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാകുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു പേജിൽ കുറച്ച് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്, അത് ഞാൻ ബ്രൈറ്റ്നസ് വല്ലാണ്ട് കൂട്ടാതിരുന്നതാണ്. സോ ഇത്രയാണ് കൈ സ്ക്വയർ ടെസ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.